വിവാദങ്ങളിൽ ചൂഴ്ന്നു നിൽക്കുന്ന മെക്സവനെക്കുറിച്ചാണ് പ്രിയമുള്ളവരെ ഞാനിന്ന് സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായിട്ടും ചില സ്വാർത്ഥ താല്പര്യങ്ങളാൽ മെക്സവനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. അവരോടല്ല, എന്തിനാണ് മെക്സവൻ എന്നും ആരോപണങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് എൻ്റെ ഈ വിവരണം. മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി തുറക്കൽ സ്വദേശിയാണ് മുൻ പട്ടാളക്കാരൻ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ പെരിങ്കടക്കാട്. തനിക്ക് ലഭിച്ച ശാരീരിക ക്ഷമത നാട്ടുകാർക്കും ലഭിക്കട്ടെ എന്ന സതുദ്ദേശമാണ് മെക്സവൻ വ്യായാമമുറ ചിട്ടപ്പെടുത്തുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 10 വർഷം തുറക്കൽ ഗവൺമെൻറ് LP സ്കൂൾ മുറ്റത്ത് കൂട്ടുകാരോടൊത്ത് പരിശീലിച്ച് ഫലം കണ്ട ഒരു വ്യായാമ രീതിയാണ് മെക്സവൻ. ആദ്യം യോഗയായിരുന്നു ചെയ്തിരുന്നത്. അതിലാളുകൾക്ക് താല്പര്യം കുറഞ്ഞതുകൊണ്ടാണ് സംയുക്തമായ ഒരു രീതി പരീക്ഷിച്ചത്. അത് വിജയം കണ്ടു, ആളുകൾ ഏറ്റെടുത്തു. 2 വർഷമായി ഈ വ്യായാമ രീതി പരസ്യമാക്കിയിട്ട്. ഇതിനോടകം 1000ഓളം യൂണിറ്റുകൾ കേരളത്തിലും വിദേശങ്ങളിലുമായി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പലരെയും അത്ഭുതപ്പെടുത്തുന്നതും അഭൂതപൂർവമായ ഈ വളർച്ച തന്നെയാണ്. നല്ല മാതൃകകൾ പെട്ടെന്ന് പടരും. ഞാനൊരു ഉദാഹരണം പറയാം. ലോകത്തെ ഏറ്റവും വലിയ ഫുഡ് ചെയിനാണ് മാക്ഡൊണാൾഡ്സ്. 1940-ലാണ് അത് ആരംഭിച്ചത്. എന്നാൽ 1953-ൽ അവർ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ആരംഭിച്ചു. അതുവരെ 13 വർഷക്കാലം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരൊറ്റ റെസ്റ്റോറൻറ്റ് മാത്രമായിരുന്ന മാക്ഡൊണാൾഡ്സ് 1953 മുതൽ ദ്രുതഗതിയിൽ വളർന്നു. ഇന്ന് 100 രാജ്യങ്ങളിലായി 42,000-നടുത്ത് ഫ്രാഞ്ചൈസികളും 7 കോടി കസ്റ്റമേഴ്സും ഉണ്ട് മാക്ഡൊണാൾഡ്സിന്. ജനങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അവരത് ഏറ്റെടുക്കും, വൈബാക്കും. അത് മാക്ഡൊണാൾഡ്സ് ആണെങ്കിലും മെക്സവൻ ആണെങ്കിലും മറ്റെന്താണെങ്കിലും ശരി. നമുക്ക് ആദ്യം മെക്സവൻ എന്താണെന്ന് പരിചയപ്പെടാം. എയറോബിക്സ്, യോഗ, ശ്വസനക്രിയ, മെഡിറ്റേഷൻ, അക്യുപ്രഷർ, ഫേസ് മസാജ്, സിമ്പിൾ എക്സസൈസ് എന്നിങ്ങനെ 7 വിഭാഗങ്ങളിൽ നിന്നായി 21 ലളിത വ്യായാമങ്ങളാണ് മെക്സവനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7 മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നതിൻ്റെ ആക്രോണിം അല്ലെങ്കിൽ ചുരുക്കപ്പേരാണ് മെക്സവൻ. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു വ്യായാമമുറ സാധ്യമാണോ, അതും അരമണിക്കൂറിനുള്ളിൽ എന്നാണ് ചിലരുടെ സംശയം. അത് സാധിപ്പിച്ചെടുത്തു എന്നതാണ് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ്റെ സംഭാവന. 18 മുതൽ 21 മിനിറ്റ് ദൈർഘ്യമെടുത്ത് 1780-ൽ പരം ശരീരചലനങ്ങൾ സാധ്യമാക്കുന്ന ഈ വ്യായാമം കൊണ്ട് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ശ്വാസംമുട്ട്, ദഹനപ്രശ്നം, ഊരവേദന, കാൽമുട്ടുവേദന തുടങ്ങിയവയൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് അനുഭവസ്ഥർ പറയുന്നു. വാമൊഴിയായി ഈ വാർത്ത സ്പ്രെഡ് ചെയ്തു എന്നതാണ് മെക്സവന് സ്വീകാര്യത കൂട്ടാൻ കാരണമായത്. മെക്സവനിൽ പങ്കെടുക്കുന്നവർ സലാം പറയുന്നുണ്ട് എന്നതാണ് ഇതൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നതിന് തെളിവായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. ജമ്പിംഗ് ജാക്സ് മുതൽ ക്ലാപ്പിംഗ് വരെ 21 വ്യായാമ ഇനങ്ങളിൽ സലാം പറയൽ എന്ന് ഒരിനം ഇല്ല. ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായും അഭിവാദ്യം ചെയ്യും. നമസ്തേ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ മുസ്ലിങ്ങളുടെ അഭിവാദന രീതിയാണ് ദൈവത്തിൻ്റെ സമാധാനം താങ്കളിൽ ഉണ്ടാവട്ടെ എന്നർത്ഥം വരുന്ന അസ്സലാമു അലൈക്കും എന്നത്. മുസ്ലിങ്ങൾ ഇനി സൂപ്പർ മാർക്കറ്റിലോ ബസ്സിലോ വഴിയിൽ വെച്ച് കണ്ടാലോ സലാം പറയും. ഇത് പോപ്പുലർ ഫ്രണ്ടോ ജമാഅത്തോ ഇസ്ലാമിയോ കണ്ടുപിടിച്ചതല്ല ഈ സലാം. GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി അമുസ്ലിങ്ങളും ദിവസേന പലവട്ടം സലാം പറയുന്നുണ്ട്. കാരണം ഇത് അറബികളുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. മെക്സവനെതിരെ വന്ന 2 സുപ്രധാന ആരോപണങ്ങളിൽ ഒന്ന് എന്തുകൊണ്ട് മെക്സവൻ മലബാറിൽ ആരംഭിച്ചു എന്നതാണ്. മറ്റൊന്ന് കൂടുതൽ അംഗങ്ങൾ എങ്ങനെ മുസ്ലിങ്ങളായി എന്നതും. ആദ്യമേ പറഞ്ഞല്ലോ, ക്യാപ്റ്റൻ സലാഹുദ്ദീൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയാണ്. ആദ്യ പ്രധാന ബ്രാഞ്ച് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെയും എൻ്റെയും സുഹൃത്തായ KT മുസ്തഫയുടെ ശ്രമഫലമായി തൊട്ടടുത്ത പ്രദേശമായ പെരുവള്ളൂരിലാണ്. സൗദിയിൽ നാനാജാതി ആളുകളെയും കൊണ്ട് ഒഴിവു ദിവസങ്ങളിൽ ടൂർ സംഘടിപ്പിക്കുകയും ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ജിദ്ദ കൃഷി ഗ്രൂപ്പ് എന്ന സന്നദ്ധ സംഘടനയിൽ പങ്കാളികളായി പ്രവാസി മലയാളികൾക്കിടയിൽ കാർഷിക പാഠങ്ങൾ പകർന്നു നൽകുകയുമായിരുന്നു ഈ മുസ്തഫ. സലാഹുദ്ദീൻ്റെ സന്തത സഹചാരിയായ UK മുഹമ്മദ് ഷാ ആണ് മെക്സവൻ്റെ വൈസ് ക്യാപ്റ്റൻ. കുണ്ടോട്ടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡൻറ്റുമാണ് അദ്ദേഹം. അറക്കൽ ബാവ എന്ന ബിസിനസ്സുകാരനാണ് മെക്സവൻ്റെ ബ്രാൻഡ് അംബാസഡർ. ബഹുമാനപ്പെട്ട കാന്തപുരം സമസ്തയുടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇദ്ദേഹമുണ്ട്.
ഇവരെ കൂടാതെ ഈ സംരംഭത്തിന് പ്രാദേശികമായി കുറച്ച് കോർഡിനേറ്റർമാരും ട്രെയിനർമാരും ജാതി മതഭേദമന്യേ ഉണ്ടെന്നല്ലാതെ ഒരു സംഘടനയുമായും മെക്സവന് ബന്ധമില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നും തുടക്കം കുറിച്ചതുകൊണ്ട് മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവുക സ്വാഭാവികമാണല്ലോ. കൂടാതെ വിവിധ മുസ്ലിം മതസംഘടനകളുമായി സജീവമായി പ്രവർത്തിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വ്യാപിച്ചിട്ടുണ്ടാവാം. അതിനേക്കാൾ പ്രധാനമാണ് മെക്സവൻ തുടങ്ങുന്ന സമയം. മുസ്ലിങ്ങളുടെ പ്രഭാത പ്രാർത്ഥന കഴിയുന്നത് 6 മണിയോടടുത്താണ്. പള്ളിയിൽ നിന്നിറങ്ങി നേരെ മെക്സവനിലേക്ക് എത്താൻ സാധിക്കും. ഇതും മുസ്ലിം പ്രാതിനിധ്യം കൂടുന്നതിന് കാരണമായിട്ടുണ്ടാവാം. അതേസമയം മെക്സവൻ തന്നെ തിരുവനന്തപുരത്ത് നടത്തുകയാണെങ്കിൽ ഹിന്ദുക്കളും കോട്ടയത്താണെങ്കിൽ ക്രിസ്ത്യാനികളും എണ്ണത്തിൽ കൂടാം. മലബാറിൽ തന്നെ ഒട്ടനവധി ഹിന്ദു ക്രിസ്ത്യൻ അംഗങ്ങൾ ഇപ്പോൾ തന്നെ മെക്സവൻ്റെ ഭാഗമായിട്ടുണ്ട്. ആരോപണങ്ങൾ കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി ഗൗരവമുള്ള ചില ആരോപണങ്ങൾ കൂടി കേൾക്കാം. കരാട്ടയും ആയുധ പരിശീലനവും വ്യായാമ മുറകളും മെക്സവനിലൂടെ സൗജന്യമായി പഠിപ്പിക്കുന്നു എന്നാണ് അതിൽ മുഖ്യമായിട്ടുള്ളത്. അതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. ഗൾഫ് നാടുകളിൽ നിന്ന് ഇത് പടർന്നു പന്തലിക്കുന്നു. വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നു എന്നിത്യാദി ആരോപണങ്ങളും മെക്സവനെതിരെ ഉണ്ട്. നേരത്തെ വിവരിക്കപ്പെട്ട 21 ഇനങ്ങളല്ലാതെ യാതൊരുവിധ ആയുധ പരിശീലനവും മെക്സവൻ്റെ ഒരു യൂണിറ്റിലും നടക്കുന്നില്ല. ഒരു പ്രദേശത്തെ വിവിധ തുറയിൽപ്പെട്ട ആളുകൾ ഇത്തരമൊരു കൂട്ടായ്മയിൽ പങ്കാളികളാകുമ്പോൾ ആശയവിനിമയം സാധ്യമാക്കാൻ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമാർഗം വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയാണല്ലോ. അതിലെന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണുള്ളത്? മെക്സവന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും അതിനെക്കുറിച്ചല്ലാതെ ഒരു വർത്തമാനവും അനുവദിക്കാറില്ല. പിന്നെ പണം വരുന്നുവെന്ന ആരോപണം. രാവിലെ നാട്ടുകാരെല്ലാം നിരപ്പായ ഒരിടത്ത് ഒത്തുചേർന്ന് അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നതാണ് ഈ മെക്സവൻ. അതിനെന്തിനാണ് പണം? ഏത് അക്കൗണ്ടിലേക്കാണ്, ഏത് രാജ്യത്ത് നിന്നാണ് ഒരു ബാങ്ക് അക്കൗണ്ടോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ഈ പ്രസ്ഥാനത്തിന് പണം വരുന്നത്? അതേസമയം വാർഷികം കൊണ്ടാടാനും വിനോദയാത്ര നടത്താനും ചില യൂണിറ്റുകൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പണം വേണം. പക്ഷേ അതൊന്നും മെക്സവനിൽ പെടുന്നില്ല. മെക്സവനിലൂടെ ആളുകൾക്ക് ശാരീരികാരോഗ്യം മാത്രമല്ല മാനസികോല്ലാസവും ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി അവർ ഒത്തുകൂടുന്നതും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ടൂർ സംഘടിപ്പിക്കുന്നതുമൊക്കെ. ഇനി മെക്സവന് യൂണിഫോം ഉണ്ടോ? അതെ, മെക്സവന് യൂണിഫോം ഉണ്ട്. യൂണിഫോം ഉള്ളത് കൊണ്ട് തീവ്രവാദിയാകുമോ? ഇത് മലബാറിൽ ഫുട്ബോളിൻ്റെ കാലമാണ്. എല്ലാ ടീമുകൾക്കും യൂണിഫോം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരും തീവ്രവാദികളാവണ്ടേ? ഗൾഫ് രാജ്യങ്ങളിലും മലപ്പുറത്തും കൂടുതൽ പേര് മുസ്ലിങ്ങളായത് ഒരു തെറ്റാ? പൊതുവെ മലബാറിൽ, വിശേഷിച്ച് മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ള സമുദായം മുസ്ലിങ്ങളാണല്ലോ. ഏറ്റവും കൂടുതൽ ജീവിതശൈലീ രോഗങ്ങൾ അലട്ടുന്നതും മുസ്ലിം സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് മലപ്പുറത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം താരതമ്യേന കൂടുന്നത്. ഗൾഫ് നാടുകളിൽ മെക്സവൻ്റെ യൂണിറ്റുകൾ കൂടുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല. ഇവിടെയുള്ള ആളുകൾ തന്നെയാണല്ലോ അവിടെയുള്ളതും. മെക്സവൻ മാത്രമല്ല, ഇന്ന് ഓണവും വിഷുവും രാഷ്ട്രീയവും എല്ലാം ഇവിടുത്തെ പോലെ അവിടെയും ആഘോഷിക്കുന്നുണ്ട്. നാട്ടിലേക്കാൾ എളുപ്പത്തിൽ അവിടെ യൂണിറ്റുകൾ ഉണ്ടാവാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. നാട്ടിലേതിനേക്കാൾ സ്ഥല സൗകര്യങ്ങളും അനുകൂല കാലാവസ്ഥയും ഗൾഫ് നാടുകളിലാണ് കൂടുതൽ. മാത്രമല്ല, ഗൾഫ് നാടുകളിൽ റോഡരികിൽ തന്നെ മനോഹരമായി വിധാനിച്ചിരിക്കുന്ന പബ്ലിക് ആരോഗ്യ പാർക്കുകളും ജിമ്മുകളും ധാരാളമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറുനാട്ടിൽ ജീവിക്കുന്ന മലയാളിക്ക് ഈ നാട്ടിലുള്ളതുപോലെ തന്നെയുള്ള സംഘടനാ വൈരങ്ങളും പോരും ഒന്നുമില്ല. ഇതൊക്കെ മെക്സവൻ വളരാൻ കൂടി കാരണമായിട്ടുണ്ടാവാം. ഈ ആരോപണങ്ങളൊന്നുമല്ല. മെക്സവൻ വളരുന്നു എന്നതൊരു വാസ്തവമാണ്. യൂണിറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലേക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. കോവിഡ് രോഗം വരുന്നത് വരേക്കും വ്യായാമം മലയാളിയുടെ മുൻഗണനയിലുണ്ടായിരുന്നില്ല. അതിന് കാരണം നടത്തമൊഴിച്ച് മറ്റെന്ത് ചെയ്യണമെങ്കിലും ഒന്നുകിൽ ഒരു പരിശീലകൻ വേണം, അല്ലെങ്കിൽ ജിമ്മിൽ പോകണം. രണ്ടായാലും പണവും സമയവും ഏറെ ചിലവാണ്. മെക്സവൻ അതിനൊരു പരിഹാരമായി. എന്തും എളുപ്പത്തിൽ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷത. ഒരു ശബ്ദ സന്ദേശം പോലും ഇരട്ടി വേഗതയിൽ കേൾക്കാൻ പറ്റാത്തതാണെങ്കിൽ കേൾക്കേണ്ട എന്ന് വെക്കലാണ് നമ്മൾ സാധാരണ. ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് റിലീഫ്, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേടിയ വള്ളി കാൽ ചുറ്റി എന്ന കണക്കിന് ഒരു ആരോഗ്യ മോഡൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വിജയിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
കാലത്ത് അരമണിക്കൂർ എന്നത് ഏറ്റവും ചെറിയ സമയമാണ്. നിൽക്കുന്നിടത്ത് നിന്ന് ചെയ്യാവുന്ന ഏത് പ്രായക്കാർക്കും പരിശീലിക്കാവുന്ന ഒരു ഹെൽത്ത് ഫോറം ആണ് മെക്സെവൻ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന മധ്യവയസ്കർക്കും പ്രായമായവർക്കും സ്ത്രീകൾക്കും വലിയ ആശ്വാസം മെക്സെവൻ കൊണ്ട് ലഭിക്കുന്നുണ്ട്. രാവിലെ മെക്സെവന് വേണ്ടി ഒരു അല്പസമയം നീക്കി വെക്കുക വഴി ആ ദിവസം തന്നെ ഊർജ്ജസ്വലമാവുകയാണ്. ഇടയ്ക്കിടെ ഫീഡ്ബാക്ക് എടുക്കുന്ന പതിവുണ്ട് മെക്സെവന്. ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനാൽ തന്നെ എല്ലാവർക്കും തങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിച്ചു, പരിഗണന കിട്ടി എന്നൊരു തുല്യബോധവും ഒരു സന്തോഷവും അവിടെ ഉണ്ടാവുന്നുണ്ട്. സാമൂഹികമായി ഒറ്റപ്പെടുന്നവർക്ക് ആശ്വാസമുണ്ടാകുന്നുണ്ട് മെക്സെവൻ എന്നർത്ഥം. താനും സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന ആത്മവിശ്വാസം ഫീഡ്ബാക്ക് പകർന്നു നൽകുന്നു. അതിരാവിലെ പക്ഷികളുടെ കളകൂജനം നമ്മൾ കേൾക്കാറില്ലേ? അതെന്താണ്? ഞാനിതാ പൂർണ്ണ ആരോഗ്യത്തോടെ ഉണർന്നെണീറ്റിരിക്കുന്നു എന്ന സന്ദേശം സഹജീവികൾക്ക് നൽകുകയാണ് കലപില ശബ്ദത്തിലൂടെ അവർ നിർവഹിക്കുന്നത്. ഓരോ സമൂഹത്തിനുമുണ്ട് ആരോഗ്യപൂർണ്ണമായ അസ്തിത്വത്തിനുള്ള അവകാശം. മെക്സെവൻ അത് മാത്രമാണ് ചെയ്യുന്നത്. സ്ത്രീകൾ അത്യാവേശപൂർവ്വം ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട്. മതത്തിൻ്റെ വേലിക്കെട്ടുകൾ കാണിച്ച് അവരെ തിരിച്ചയക്കാൻ പണ്ഡിതർ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അവർക്കും ആരോഗ്യം പ്രധാനമാണ്. ഇപ്പോൾ വസ്തുതകളൊക്കെ മറനീക്കി വരവേ എതിർപ്പുകൾ നേർത്ത് വരുന്നുണ്ട്. അത്രയും നല്ലത്. അതേസമയം ഏതൊരു വിശ്വാസധാരയിലും കാണും ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ. അതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന രീതി ആരും സ്വീകരിക്കരുത്. മെക്സെവനിൽ പങ്കെടുക്കുന്നു എന്ന് വെച്ച് തലമറന്ന് എണ്ണ തേക്കരുത് എന്നർത്ഥം. ഔചിത്യബോധം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. യോഗ മുസ്ലിങ്ങൾക്ക് ഹറാമാണല്ലോ എന്നൊരു വാദവും ഇതിനിടയിൽ കേട്ടു. ആര് പറഞ്ഞു? ഇസ്ലാം ഒരു വ്യായാമ രീതിക്കും എതിരല്ല. ഏത് വിഷയവും ഇസ്ലാമോഫോബിക് ആക്കുക എന്നത് ചിലർക്കൊരു ഫാഷനാണ്. മലപ്പുറം അങ്ങനത്തെ ഒരു സിമ്പലുമാണ്. സത്യത്തിൽ ഇതാണ് മെക്സെവൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. നോക്കൂ, വിജയബേരിയും സാക്ഷരതാ മിഷനും അക്ഷര IT മിഷനുമൊക്കെ മുന്നിൽ നിന്ന് വിജയിപ്പിച്ച ഒരു പാരമ്പര്യമാണ് മലപ്പുറത്തിൻ്റേത്. ദയവ് ചെയ്ത് മെക്സെവൻ്റെ പേരിൽ ഇസ്ലാമോഫോബിയ പടർത്താൻ ശ്രമിക്കരുത്. പണ്ട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ഉണ്ടാക്കിയത് മെക്സെവൻ മാതൃകയിലാണ് എന്നാണ് ചിലർ പറയുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വസ്തുതകളെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ്. നാം ഓർക്കുക, മലയാളി സമൂഹം മതപരമായും ജാതീയമായും വല്ലാതെ വിഭജിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അതിനൊക്കെ പ്രധാനമായ കാരണം എന്താ? മാനസിക ഉല്ലാസം തീരെയില്ല എന്നുള്ളതും സൗഹൃദമില്ല എന്നുള്ളതുമാണ്. ഒരു നാട്ടിലെ 10-50 പേര് ദിവസവും രാവിലെ അരമണിക്കൂർ പരസ്പരം മിണ്ടാനും ചിരിക്കാനും കുശലം പറയാനും വ്യായാമം ചെയ്യാനും ഒരുമ്പെട്ടാൽ ആ നാട്ടിൽ ഐക്യമുണ്ടാകും, സമാധാനമുണ്ടാകും, മതസൗഹാർദ്ദമുണ്ടാകും. ആ അവസ്ഥയെ ഭയപ്പെടുന്നവരാണ് മെക്സെവൻ്റെ എതിർപ്പിന് പിന്നിൽ. കേരള സർക്കാർ ഈ വ്യായാമമുറ ഏറ്റെടുക്കണം. ഈ ആവശ്യം മെക്സെവൻ്റെ ബ്രാൻഡ് അംബാസഡറായ അറക്കൽ ബാവ 2023 നവംബർ 29 നവകേരള യാത്ര മലപ്പുറത്ത് വന്നപ്പോൾ ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യമെന്നത് അല്ലെങ്കിൽ വ്യായാമം എന്നത് സാമൂഹിക വിഷയമായി തീരട്ടെ. ഹാപ്പി നൈബർഹുഡ് അഥവാ നല്ല അയൽപ്പക്ക സങ്കല്പം ഉത്തമ സമൂഹ മാതൃകയിൽ ഉൾപ്പെട്ടതാണ്. മെക്സെവൻ്റെ ദൗത്യവും അതാണ്. അതിരാവിലെ വ്യായാമം ചെയ്യുന്ന 1000 10,000 ഗ്രാമങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുടനീളമുണ്ടാവട്ടെ. ഈ മാതൃക ലോകം ഏറ്റെടുക്കട്ടെ. കേരളത്തിൻ്റെ മറ്റു പല മാതൃകകൾക്കുമൊപ്പം മെക്സെവനെയും ചേർക്കാൻ സാധിച്ചാൽ അതൊരു അഭിമാനമല്ലേ നാം 4 കോടി കേരളീയർക്ക്?